ഹായ്, നമസ്കാരം. ഇത് എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കുള്ള ടിപ്സാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസം കൂടുതലായതുകൊണ്ടാണ് അവർ മാത്രം കണ്ടാൽ മതിയെന്ന് ഞാൻ കരുതുന്നത്. അല്ലാതെ ഇതിന് ഒരുപാട് വ്യൂസ് ഒന്നും വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിങ്ങൾ കരുതുന്ന മാതിരി ഇതിൽ നിന്ന് ആദായം കിട്ടിയിട്ട് ഒന്നും എനിക്ക് സാപ്പാട് കഴിക്കണ്ട. അപ്പം നമുക്ക് കഥയിലേക്ക് വരാം. ഇത് നമുക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തെ ചൂടുകാലമാണ്. നിങ്ങൾക്കറിയാം, ഒരു തരത്തിലും മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പ്രീക്വേഷൻസ്, എന്തൊക്കെ നമ്മൾ പരിഗണനകൾ കൊടുക്കണം. സാധാരണ മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പ് കാലങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ പ്രവർത്തിക്കുന്ന രീതി മുതൽ സർവ്വതും ഒന്ന് മാറണം. അതിന് ഞാൻ ആദ്യം ഉദാഹരണമായിട്ട് പറയുന്നത് എൻ്റെ ലൈഫ് ആണ്. ഞാൻ എന്തൊക്കെയാണ് പ്രീക്വേഷൻസ് എടുക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ബാക്കി കാര്യങ്ങളിലോട്ട് വരാം. ഞാൻ പൊതുവെ വൈകിട്ട് 7-7:30 മുൻപ് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഒരുപാട് വലിച്ചു വാരി തിന്നുന്ന സ്വഭാവം എനിക്കില്ല. ഒരു 3 ചപ്പാത്തി, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ചപ്പാത്തിയല്ല, ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ചപ്പാത്തിയാണ്. ഒരു കറി, സാധാരണ എൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾ ചോറ് കഴിക്കുന്ന അത്രയും ഞാൻ കറി കഴിക്കും. ചപ്പാത്തി അതിൻ്റെ കൂടെ കഴിക്കാനെന്നുള്ള ഒരു സെറ്റപ്പിലാണ് കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കറി കഴിക്കാൻ വേണ്ടി ചപ്പാത്തി എന്നുള്ളതാണ് സ്റ്റൈൽ. നന്നായിട്ട് വെള്ളം കുടിക്കും. അതിനുശേഷം വൈകിട്ട് കിടന്നുറങ്ങി 4 മണിയാകുമ്പം ഞാൻ എഴുന്നേക്കും. പ്രത്യേകിച്ച് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 4 മണിക്ക് എഴുന്നേക്കുക. ഇപ്പം മറ്റേ 5 മണിക്കായിരുന്നു എഴുന്നേക്കുന്നത്, ഇപ്പം 4 മണിക്ക് എഴുന്നേക്കും. അത് ഈ യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷമുള്ള പരിപാടിയാണ്. അതിനാരും വിളിക്കുകയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റോളും ആ സമയമാകുമ്പോൾ. അതിനുശേഷം ഞാൻ രാവിലെ നടക്കാൻ പോകും. നടപ്പെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് നടക്കാൻ പോകുന്ന വഴിക്ക് അവിടെ ഒരു ടീ ഷോപ്പുണ്ട്. നമ്മളെ കാണുമ്പോൾ നമ്മളിൽ നിന്ന് അവർ 10 രൂപ പ്രതീക്ഷിക്കുന്നുള്ളത് കൊണ്ട് ഞാനൊരു ഒരു ചായ അവിടുന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ എല്ലാ ഭക്ഷണവും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ടീ കുടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു മോട്ടിവേഷനാണ്. അത് കഴിഞ്ഞ് ഞാൻ നടന്നു വരും. ആ വരുന്ന വഴിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനി വീട്ടിലെത്തിയിട്ടില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് രാവിലെ കഴിക്കുന്ന ഭക്ഷണം 2 അല്ലെ 3 മുട്ട ഡെയിലി കഴിക്കും. പലർക്കും സംശയമുണ്ടല്ലേ? അത് സാരമില്ല, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിന് മറുപടി പറയാം, കൃത്യമായിട്ട് പറയാം. പക്ഷേ സഭ്യമായിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ ഞാൻ സഭ്യമല്ലാത്ത മറുപടി പറയും. അപ്പം ദിവസം 2 അല്ലെ 3 മുട്ട കഴിക്കും. 3 അല്ലെങ്കിൽ 4 ഏത്തയ്ക്ക പുഴുങ്ങിയത് കഴിക്കും. പഴുത്തത് ബോയിൽ ചെയ്ത്, അത് മുട്ടയും ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഉഷ്ണം ഇത്രയധികം കൂടിയതിന് ശേഷം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുകളിൽ ഒരു 2 വീലർ വർക്ക്ഷോപ്പുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ഇത് ഒരു വർഷത്തിൽ പലതും പല രീതിയിലായിപ്പോവും, അതുകൊണ്ട് അത് പറയുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ, ഈ 2 വീലർ വർക്ക്ഷോപ്പ് ഞാൻ രാവിലെ ഒരു 11 മണി വരെയാണ് തുറക്കാറ്. ഞാൻ തന്നെ അതിനകത്ത് എൻജിനീയർ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന പണികൾ ഞാൻ പറയും. രാത്രി വൈകിട്ട് വന്നാൽ പണിഞ്ഞ് നാളെ രാവിലെ വന്ന് ഡെലിവറി എടുത്തോളാൻ പറയും. അതല്ലാത്ത എമർജൻസിക്കാരോട് കൈ തൊഴുത് സോറി പറയും, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ചെയ്യിച്ചു. കറങ്ങി തിരിഞ്ഞ അവസാനം എൻ്റെ അടുത്ത് വരും. അത് വേറൊരു സത്യം. എന്നിട്ട് ഉച്ചഭക്ഷണം ഒരു 12-12:30 ആകുമ്പം എഗൈൻ ഈ 3 റൊട്ടി, ഞാൻ പറഞ്ഞ പച്ചക്കറി. ഈ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് രാസമരുന്നുകൾ അടിച്ച പച്ചക്കറികളുമുണ്ട്, അടിക്കാത്ത പച്ചക്കറികളുമുണ്ട്. അത് ഒരു നല്ല കൃഷിക്കാരന് അല്ലെങ്കിൽ സാമാന്യ പരിജ്ഞാനമുള്ള ഒരാളിന് തിരിച്ചറിയാൻ കഴിയും. ഏതൊക്കെ പച്ചക്കറികൾക്ക് മരുന്ന് എത്ര അളവിൽ വരെ അടിക്കും, ഏതൊക്കെ അതിന് ഒട്ടും അടിക്കാതിരിക്കും, അതൊക്കെ നമ്മൾ അറിയണം. ഞാൻ സാധാരണ കഴിക്കുന്ന പച്ചക്കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി മാത്രം ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഉറപ്പ് വരും ഏതൊക്കെ പച്ചക്കറികളിലാണ് കൂടുതൽ
ഇത്തരം മാരകമായ കീടനാശിനികൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. അതിന് പരിഹാരമൊക്കെ ഉണ്ട്, അതും പറഞ്ഞുതരാം തരാം. ഇപ്പം തൽക്കാലം അതൊരു ഇതിനകത്ത് സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തുന്നില്ല. അതിനുശേഷം ഈ പച്ചക്കറികൾ ഒപ്പം നിങ്ങൾ ഈ വേനൽക്കാലത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇലക്കറികൾ പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുതുമഴയൊക്കെ പെയ്ത് കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ പറമ്പുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഒരുപാട് ഇലക്കറികൾ കിട്ടും. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ താമസിച്ചാലും അവിടെ അത്യാവശ്യം 4 മൂട് മത്തൻ നട്ടിടും. അല്ലെങ്കിൽ ഇനി മത്തൻ്റെ ഇല ഞാൻ കഴിക്കുന്ന ഒരു വസ്തുവാണ്. അത് ഓൾമോസ്റ്റ് ലഭ്യമാണെങ്കിൽ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കും. തന്നെ ഈ മത്തനും ഞാനുമായിട്ട് വേറെ ചില ബന്ധങ്ങളുണ്ട്. മത്തങ്ങ നമുക്കറിയാം, പുകവലിക്കുന്നവർക്ക് അതിൻ്റെ രൂക്ഷമായ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഈ മത്തങ്ങ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ സ്ഥിരമായി പുകവലിക്കുന്ന ആൾക്കാർ മത്തങ്ങ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അവരുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഞാൻ നന്നായി പുകവലിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒപ്പം തന്നെ ഞാൻ ഈ മത്തങ്ങ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ മത്തൻ്റെ ഇലയും. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് ബോർഡറിലാണ്, കേരള തമിഴ്നാട് ബോർഡർ. ഇവിടെ ആദ്യ മഴകളൊക്കെ പെയ്ത് കഴിയുമ്പം ഒരുപാട് ഭക്ഷ്യയോഗ്യമായ ഇലക്കറികൾ ഇവിടെ കിട്ടും. അത് സൂക്ഷിച്ച് കണ്ട് വേണം എടുത്ത് ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഇലക്കറികൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളതിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനകത്ത് ബോധ്യം വരും. ഇതിനകത്ത് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി പോയി കഴിഞ്ഞാൽ ഇത് ഒരുപാട് സമയമായി പോകും. ഞാൻ കറികൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാവുന്ന 2 നേരം കഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ കറികൾ വെക്കുന്നത്. ബാക്കി ഓരോ നേരത്തേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചപ്പാത്തി സാധാരണ എൻ്റെ ഒരു ടൈമിങ്, ചപ്പാത്തി ഉണ്ടാക്കി ഒരു കറി ഉണ്ടാക്കി കഴിക്കുന്നതിന് മാക്സിമം എനിക്ക് 20 മിനിറ്റ് മതി. അത് ഞാൻ ഏത് ദേശത്ത് താമസിച്ചാലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ എവിടെയൊക്കെയാണ് ഈ താമസിക്കുന്നത്? ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ താമസിക്കാറുണ്ട്. ജീവിതത്തിൻ്റെ ഭാഗമാണ്, വയറ്റിപ്പഴപ്പാണ്. അതിനുശേഷം ഞാൻ ഈ സമയങ്ങളിൽ ഒന്നും ഞാൻ വേറെ കടച്ചാണി ഒന്നും മാറി കഴിക്കാറില്ല. അഥവാ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് ഈ രാവിലത്തെ ഉച്ചയ്ക്ക് വൈകിട്ടത്തെ ഭക്ഷണമായിട്ട് ക്രമപ്പെടുത്തി ആനുപാതികമായിട്ടാണ് കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഞാൻ കരിക്ക് അതിനകത്തെ കാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ അല്ലയോ, അത് തന്നെ കരിക്ക്, അതും വെള്ളം കൂടെ ചേർത്ത് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. ഈ കാലാവസ്ഥയ്ക്ക് നല്ലൊരു ഭക്ഷ്യവസ്തുവാണത്. പിന്നെ ഞാനങ്ങനെ ഫ്രൂട്ട്സ് എന്നും പറഞ്ഞൊന്നും എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും എൻ്റെ അടുത്ത് ഞാനുള്ളിടത്ത് ഈ ഏത്തയ്ക്ക അല്ലെങ്കിൽ മറ്റ് ചെറുപഴങ്ങൾ, വാഴപ്പഴങ്ങളാണ് ഉദ്ദേശിച്ചത്, ഇതൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും സ്റ്റോക്ക് കാണും കഴിക്കാൻ. ഒരു 3 മണി 4 മണി ആകുമ്പോൾ ചിലപ്പം ഒരു കടുക്കാപ്പി കുടിക്കും. ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞ മാതിരി ഈ 11 മണിക്ക് മുൻപ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇപ്പം ഞാൻ വർക്ക്ഷോപ്പ് തുറക്കാറേ ഇല്ല. ആ തുറക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൻ്റെ ടോപ്പ് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഇരുന്ന് പണിയാനാണ് സൗകര്യം. വെളിച്ചമൊക്കെ കിട്ടുന്നത് അവിടെയാണ്. അകത്തോട്ട് കടയ്ക്കുള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെളിച്ചം കുറവാണ്. അപ്പം ആ സ്ഥലത്തിരുന്ന് പണിഞ്ഞാൽ ഈ ചൂട് കാരണം, ഷീറ്റിൻ്റെ ചൂടും ഹൈവേയുടെ ചൂടും വാഹനങ്ങളുടെ ചൂടും എല്ലാം കൂടെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ 2 ആഴ്ചയായിട്ട് തുറക്കാറേയില്ല. അതിനുശേഷം വൈകിട്ടത്തെ ഭക്ഷണം കഴിഞ്ഞ് ഞാൻ നേരത്തെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. അതെൻ്റെ ഒരു പണ്ട് മുതലുള്ള ഒരു ശീലമാണ്. എൻ്റെ വീട്ടിലാണേലും ഞങ്ങളുടെ ഒരു ശീലമാണ് 7-7:30 ആകുമ്പം ഭക്ഷണം കഴിക്കുക. അത് പണ്ട് ഞാൻ കൃഷിക്കാരനായിട്ട് ജീവിക്കുന്ന സമയത്ത് വൈകിട്ട് 6 മണി 6:30 ആകുമ്പം വീട്ടിൽ കയറി വരും. വന്നു കഴിഞ്ഞാൽ കുളിയും നനയൊക്കെ കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കുക. അപ്പം അന്നൊക്കെ നല്ല വിശപ്പ് കാണും ആ സമയത്ത്. പിന്നെ സർവീസ് ചെയ്യുന്ന സമയത്തായിരുന്നെങ്കിലും ഞങ്ങളുടെ ഭക്ഷണ സമയം ഈ 7 മണി സമയമാണ്. അത് ഞാൻ വളരെ കീപ്പ് ചെയ്യുന്നുണ്ട് അന്ന് മുതൽ. അപ്പോൾ ഈ ഭക്ഷണം നമ്മളിങ്ങനെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് രീതിയിൽ നമുക്ക് പരിഹാരം വരും. ഇനി നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ പറയും. ഇത് ഞാൻ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്തുനിന്ന് ഏതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളണം, ഏതൊക്കെ ഉൾക്കൊള്ളണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിച്ച് തരംതിരിച്ച് വിനിയോഗിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയിൽ കിടന്നുറങ്ങുന്നത് നല്ല വായുസഞ്ചാരമുള്ള മുറികളിലായിരിക്കണം. നമ്മുടെ നാട്ടിലെ ക്രമസമാധാന രീതി അനുസരിച്ചിട്ട് ജനലൊന്നും തുറന്നിട്ടിട്ട് സ്ത്രീക്കും പുരുഷനും കിടന്നുറങ്ങാൻ പറ്റില്ല.
നേരം വെളുക്കുമ്പോൾ ജീവനോടെ ഉണ്ടാകും എന്നുള്ളതിന് ഉറപ്പില്ല. പക്ഷേ നിങ്ങൾ പരമാവധി തുറന്നിടണം. ഇപ്പം ഞാൻ AC ഒക്കെ ഇട്ട് ജീവിക്കുന്ന ആൾക്കാരെയല്ല ഉദ്ദേശിക്കുന്നത്, മിഡിൽ ക്ലാസ്സും സാധാരണക്കാരും പാവങ്ങളെ പറ്റിയാണ്. അതുപോലെ രാത്രി മുഴുവൻ ഈ ജനലുകൾ അടച്ചിട്ടിട്ട് ഫാൻ ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഈ ഉഷ്ണം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിനുശേഷം രാവിലെ പരമാവധി നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വീടിന് പുറത്തിറങ്ങി നിന്നാൽ, മുറ്റത്തോ പറമ്പിലോ ഒക്കെ മാറി നിന്നാൽ നിങ്ങൾക്ക് നല്ല തണുത്ത അറ്റ്മോസ്ഫിയറിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, രാത്രിയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പരിഹരിക്കപ്പെടും. അതെല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുമ്പം നിങ്ങളുടെ ശരീരം ഇതുമായിട്ട് താരതമ്യം പെട്ടുപോകും, ഈ ഉഷ്ണാവസ്ഥയുമായിട്ട്. അതിനുശേഷം ചെയ്യേണ്ട യാതൊരു കാരണവശാലും ഈ സമയത്ത് നേരിട്ട് ശരീരത്തിൽ വെയിലേൽക്കാൻ പാടില്ല. ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ കുട ചൂടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തലയിലൊരു തുണിയെങ്കിലും എടുത്തിട്ടിട്ട് പോവുക. ഒപ്പം തന്നെ വസ്ത്രം ധരിക്കുന്നത് കോട്ടൺ വസ്ത്രങ്ങളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നല്ലതായിട്ട് വായു സഞ്ചാരം ഉണ്ടാകണം. ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളുടെ ശരീരം ആ അന്തരീക്ഷ താപനിലയുമായിട്ട് അഡ്ജസ്റ്റായി നിൽക്കുകയുള്ളൂ. കഴിക്കുന്ന ഭക്ഷണം കടുപ്പം കൂടിയ ഭക്ഷണമാണെങ്കിൽ, കടുപ്പം കൂടിയ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഡബിൾ ബോയിൽഡ് റൈസ്, ഇതൊക്കെ കടുപ്പം കൂടിയ ഭക്ഷണങ്ങളാണ്. നമ്മളുടെ ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ നിങ്ങൾ അത് കഴിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് അകത്തും പ്രശ്നങ്ങളാണ്, വെളിയിലെ ഇതുമായിട്ടൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ശരീരം എന്താ പറയുന്നത്, ജീവനോട് മല്ലിടേണ്ടി വരും. അത് നിങ്ങളുടെ BP, നിങ്ങളുടെ രക്തയോട്ടം, നിങ്ങളുടെ കരളിൻ്റെ വൃക്കയുടെയൊക്കെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. ഒപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാലും വെള്ളം കൂടെ കരുതുക. ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. അതിനൊരു പരിധി വെക്കരുത്. എത്ര കുടിക്കാൻ പറ്റും അത്രയും കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെയൊക്കെ പാലിച്ചു പോയാൽ നമ്മൾക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഈ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പം നമുക്ക് ഈ മാസം അടുത്ത മാസം കൂടെയാണ്. അടുത്ത മാസം കൂടുതൽ നോക്കണ്ട, ഒരു 10 ദിവസം, അത് കഴിയുമ്പോഴത്തേക്ക് മഴയാകും. പക്ഷേ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമുക്ക് ആ മഴ സമയമാകുമ്പോഴത്തേക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ട് ഒരുപാട് താൽക്കാലിക രോഗങ്ങൾ വന്നുപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടി വരുന്നത്. ഭക്ഷണക്രമം, ആരോഗ്യപരിപാലനം ഒക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. വീഡിയോ ഒരുപാടായി, എന്നാലും ചില കാര്യങ്ങളിലൂടെ പറയാം. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ നോൺ വെജ് കഴിക്കരുത്. അത് ഏതുതരം മാംസമായാലും. മത്സ്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ മായം കലരാത്ത മത്സ്യങ്ങൾ കിട്ടുക, ചെറു മത്സ്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലത്. ഇനി വലുതാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അറിയേണ്ട കാര്യം, മത്സ്യങ്ങളിൽ മാരകമായിട്ട് മരുന്നടിച്ചാണ് വരുന്നത്. അത് നിങ്ങൾ ആ വെള്ളത്തിലിട്ട് 2 അലക്കലക്കിയാലൊന്നും ആ മാരകമായ വിഷങ്ങൾ ഒഴിഞ്ഞു പോവില്ല. അതുകൊണ്ട് അത് കണ്ട് വേണം നിങ്ങൾ മത്സ്യങ്ങൾ വാങ്ങിക്കാൻ. ഒപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ, ഈ വേനലിൽ ഇത്രയും കടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ വയലുകളിലും തോടുകളിലും ഒക്കെയുള്ള മീനെ പിടിച്ച് വിൽപ്പന നടത്തും. ഒരു കാരണവശാലും അത് കഴിക്കരുത്. കാര്യം വയലുകളിലെ വെള്ളം പറ്റി കഴിയുന്നുണ്ടെ ആ മത്സ്യങ്ങളെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതേസമയം നദി മാതിരിയുള്ള സ്ഥലങ്ങളിൽ, നദിയിലെ മീനൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ വയലുകളിലെ തോടുകളിലെ മീനൊന്നും വാങ്ങിച്ച് ഈ സമയത്ത് കഴിക്കാൻ പാടില്ല. മഴ തുടങ്ങിയതിന് ശേഷം കഴിക്കാം, പ്രശ്നമില്ല. പക്ഷെ ഇപ്പം കഴിക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് ഈ ആരോഗ്യം സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്ര സ്മാർട്ടായിട്ട് ഇത്ര ഇതായിട്ട് നിൽക്കുമ്പം പല എന്നോട് വൈരാഗ്യമുള്ളവന്മാരും ചോദിക്കാറുണ്ട്, നിനക്കിട്ടൊരു താങ്ങാൻ ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നില്ലെന്ന്. എങ്ങനെ താങ്ങാനാ? എനിക്ക് എൻ്റെ പ്രായത്തിൽ യാതൊരുവിധ അസുഖങ്ങളുമില്ല. ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ലോ പ്രഷറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കണ്ടു. അതൊക്കെ നമ്മൾ ഈസിയായിട്ട് മരുന്ന് കഴിച്ച് മാറി. മരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച് തിന്നുന്ന കെമിക്കൽ മരുന്നൊന്നുമല്ല. അതിനൊക്കെ എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രതിവിധികളുണ്ട്. വേറെ കരളിന് പ്രശ്നമില്ല, ലിവറിന് പിന്നെ കിഡ്നിക്ക് പ്രശ്നമില്ല, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് ഒരു പ്രശ്നവുമില്ല. അത് ഞാൻ കഴിക്കുന്ന ഭക്ഷണക്രമവും ഞാൻ അനുവർത്തിച്ച് വരുന്ന വ്യായാമ മുറകളുമാണ്.
വല്ല നിവർത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയങ്ങളിൽ കായികാധ്വാനം കൂടിയ ജോലികൾ വെയിലത്ത് നിന്ന് ചെയ്യാൻ പാടില്ല. അത് തണലത്തായാൽ പോലും മുഴുവൻ ശരീരം മൂടിക്കെട്ടിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മളുടെ നാട്ടിലെ പുതിയ ഫാഷൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഈ മാക്സി, അതിനടിയിൽ പാവാട അടിവസ്ത്രങ്ങളും എല്ലാം കൂടെ ചേർന്ന് അത് ഉപയോഗിച്ച് അത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നിങ്ങൾ ഇത് കേട്ടിട്ട് വേണം തീരുമാനിക്കാൻ നിങ്ങൾക്കിതിനകത്ത് ഏതൊക്കെ അനുവർത്തിക്കാൻ പറ്റും, ഏതൊക്കെ പാലിക്കാൻ പറ്റുമെന്ന്. ഭക്ഷണക്രമം നിങ്ങൾ തൽക്കാലം പാലിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും, എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ്, ഇതല്ലാതെ ഇത് വൈഡായിട്ടൊന്നും കാണണമെന്ന് ആൾക്കാർ കാണണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിങ്ങൾ കണ്ട് നിങ്ങൾക്കൊരു ഗുണമുണ്ടാകുന്നെങ്കിൽ അതാണ് എൻ്റെ സംതൃപ്തി. അപ്പോൾ ശരി.